എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ചില ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ചില ആളുകൾക്ക് ഈ വചനപ്രഘോഷണം കേൾക്കാൻ ഒരു മടി. അവർ പറയുകയാണ്, യൂട്യൂബിൽ ഇഷ്ടംപോലെ വചനപ്രഘോഷണമുണ്ട്, ലൈവ് ശുശ്രൂഷകൾ ധാരാളമുണ്ട്, ഞായറാഴ്ചകളിൽ വചനപ്രഘോഷണമുണ്ട്, അതുകൂടാതെ നമുക്ക് ബൈബിൾ നേരിട്ട് വായിക്കാം, പിന്നെ ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ, പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ വചനം, പിന്നെ ഫ്രണ്ട്സ് ചിലർ വചനം പറയുന്നു, അമ്മയുടെ വക ഒരു വചനപ്രഘോഷണം. അപ്പം അതുകൊണ്ട് ചില ആളുകൾ ചിന്തിക്കുകയാണ്, ഇത്ര അധികമായി ഈ വചനം പ്രഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് 1-2 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുണ്ടായിരുന്നു, ഈ വചനം എന്തിനാ ഈ വചനം ഇങ്ങനെ എപ്പോഴും പറഞ്ഞു? വചനം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എപ്പോഴും പ്രഘോഷിക്കും. അപ്പോഴാണ് ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് ഒരു ധ്യാനം നടത്തുമ്പോൾ ഒരു സഹോദരി ഒരു അനുഭവം പറഞ്ഞു. ആ സഹോദരിയുടെ അനുഭവം ഇതാണ്: ലൂപ്പസ് എന്തെങ്കിലും ഒരു പ്രത്യേക രോഗം, ഒരു പ്രത്യേകമായൊരു മാരക വ്യാധി ആ സഹോദരിയെ പിടികൂടി. അമേരിക്കയാണ്, ധാരാളം നല്ല ചികിത്സകൾ കിട്ടും, ഭയങ്കരമായ മെഡിക്കേഷൻ, ഡോക്ടർമാർ അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കി. എന്നിട്ട് സാധിക്കാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി മെഡിക്കൽ സയൻസ് ഹെൽപ്ലെസ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരിയുടെ ഉള്ളിൽ തന്നെ സബൂറത് പറഞ്ഞില്ലേ, ദൈവം ഒരു വഴി കാണിച്ചു തരും, ദൈവം ഒരു മാർഗം കാണിച്ചു തരും. ദൈവം ഒരു മാർഗം കാണിച്ചു തന്നു, വചനം കേൾക്കുക. അങ്ങനെ അഭിഷേകത്തിന് വചനം യൂട്യൂബിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. ധ്യാനകേന്ദ്രത്തിൽ പോകാൻ പറ്റുന്നില്ല, അത് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോഴും യൂട്യൂബിലൂടെ വചനം കേൾക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വചനം കേൾക്കുമ്പോൾ അതിന് വലിയ സ്ഥാനമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, വചനം കേൾക്കുന്ന വലിയ സ്ഥാനമുണ്ട്. ഈ സഹോദരനുള്ളിൽ ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്ത് വചനം കേൾക്കണം. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലെൻസി. ഞാൻ 2016 ലൂപ്പസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. അതിന് മുന്നേ തന്നെ എനിക്ക് ഡെലിവറിയിലൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖം ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ഞാൻ ആദ്യം 1 മാസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ പള്ളിയിൽ നിന്ന് വന്ന ഒരു റെനിമാമ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. റെനിമാമയാണ് ആദ്യം എന്നോട് വട്ടായിലച്ചൻ്റെ അഭിഷേകാഗ്നി റെനിമാമ ഉണ്ട് ഇവിടെ. അപ്പൊ റെനിമാമ പറഞ്ഞാണ് ഞാൻ ആദ്യം അഭിഷേകാഗ്നി കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന അത്രയും സമയങ്ങൾ, ഞാൻ 3 മാസത്തോളം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അത്രയും 3 മാസവും അത് കേട്ട് എന്നെ ജീവനോട് വെച്ചത് എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരാളാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയും ഈ അസുഖത്തിൽ കൂടെ എൻ്റെ സ്കിന്ന്, എൻ്റെ ഹെയർ, എൻ്റെ നെയിൽസ് എല്ലാമേ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. എൻ്റെ പ്ലേറ്റ്ലെറ്റ്, എൻ്റെ ബ്ലഡ് കൗണ്ട് 0 ആയതാണ്. പ്ലേറ്റ്ലെറ്റ്, WBC, RBC ഇതെല്ലാം കുറഞ്ഞതാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു വലിയ മിറക്കിൾ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പിള്ളേരെ ഞാൻ കണ്ടിട്ട് 3 മാസം. പിള്ളേരെ എനിക്ക് 3 പിള്ളേരുണ്ട്. അവരെ കാണാനോ എടുക്കാനോ എൻ്റെ അടുത്ത് തൊടാൻ എൻ്റെ ദേഹം എല്ലാം നീര് വെച്ച് മുടി പോയി, എൻ്റെ സ്കിൻ മൊത്തം പീൽ ചെയ്ത് ഒരു പ്ലാസ്റ്റിക്കിൽ മരുന്ന് കെട്ടിയായിരുന്നു അവരെന്നെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ദേഹം മൊത്തം ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ് ക്രീം മാത്രമേ എനിക്ക് ദേഹത്ത് തൊടാൻ പറ്റത്തില്ല. എൻ്റെ നഖവും എൻ്റെ മുടി എല്ലാം പോയതാണ് ഈ അസുഖം കാരണം. അവർ പറഞ്ഞു സ്ലോലി ഇത് എൻ്റെ ഓരോ ഓർഗൻസിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇതിൽ നിന്ന് റിക്കൂപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ലൈഫ് ലോങ് മെഡിസിൻ വേണമെന്ന്. ഇതെല്ലാം കേട്ട് എൻ്റെ പേരൻസ് നാട്ടിൽ ഇരുന്ന് വിഷമിച്ച് എന്നെ വിളിച്ച് വരുത്തി എന്നെ ഫ്ലൈ ചെയ്ത് അവിടെ കൊണ്ട് വെല്ലൂരിൽ പോയി എൻ്റെ പേരൻസിന് ഇതെല്ലാം അവിടുത്തെ ഡോക്ടറെ പറയുന്ന കേൾക്കണം. ഇവിടെ അവർ ഓവർ ഡയഗ്നോസ് ചെയ്യുമെന്ന് പറഞ്ഞു. വെല്ലൂരുകാർ ഇത് തന്നെ പറഞ്ഞു, കണ്ടതെല്ലാവരും പറഞ്ഞു ഇത് തന്നെ, ഇത് ലൂപ്പസിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ഇനി ക്യൂർ ഒന്നുമില്ല ഇതിന്, ഇത് ഫ്ലെയർ അപ്പ് വരാതെ സൂക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ ചെയ്യാൻ. ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവത്തിനോട്, ദൈവം ഇഷ്ടം ഇതാണെങ്കിൽ എനിക്ക് നടക്കാനോ കുനിയാനോ അനങ്ങാനോ പറ്റത്തില്ല, ഇത് വെച്ച് ദൈവം ഇഷ്ടം ഇതാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. ദൈവം തന്നതിനെല്ലാം ഞാൻ നന്ദി പറഞ്ഞു. ആ സമയങ്ങളിലൊക്കെ ഈ വീഡിയോ കണ്ട് ഞാനും എൻ്റെ ദൈവവും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തിനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞു. ഒരു സമയമായപ്പോ എല്ലാത്തിനും നന്ദി പറഞ്ഞു. ഇങ്ങനെ എൻ്റെ ജീവിതമാണ്, അത് മാത്രം ഉള്ളൂ, എനിക്കിത് മതി, കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതോടെ പിന്നെ ഞാൻ തിരിച്ചു വന്ന് എന്റെ ബ്ലഡ് വർക്ക് ചെയ്തപ്പോ ആ ഡോക്ടർ പോലും എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല ഇത് ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇത് 6 മാസം കഴിഞ്ഞാണ് ആ ഡോക്ടർ എന്നെ കാണുന്നത്.
അവര് പറഞ്ഞു ഇത്രയും മിറാക്കുലസ്ലി ക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇനിയും ക്യൂർ ആയിക്കോളും. വാട്ട് എവർ യു ബിലീവ് ഇൻ ഹാസ് പവർ ഇൻ ഇറ്റ്, ജസ്റ്റ് കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് എന്ന് അവരെന്നോട് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ സഹോദരൻ മുടി പോയി, സ്കിൻ പോയി, തൊലി പോയി, നഖം പോയി, എന്തൊക്കെ മൈക്കിൽ കൂടെ പറഞ്ഞോ. എനിക്ക് കാലൊന്നും താഴെ കുത്താൻ പറ്റത്തില്ല, സോളയിലൊക്കെ ഇങ്ങനെ ബ്ലിസ്റ്റർ വന്ന് എനിക്ക് ഇത് എന്റെ ദേഹം മൊത്തം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തൊലി പോയി, ഇതെല്ലാം കൂടി നീര് വെച്ച് ഇതെല്ലാം കൂടി പൊട്ടും, സ്കിന്നെല്ലാം പൊട്ടുമായിരുന്നു. അപ്പൊ മുടി പോയി, മുടിയും നെയിൽസും എല്ലാം പോയി, ഇതൊക്കെ പോയി. ആദ്യം അവർ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോഴാണ് രണ്ടാമത്തെ ഫ്ലെയർ അപ്പ് ഉണ്ടായത്. അപ്പൊ അവർക്ക് എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല, വേദന കാരണം നമുക്ക് ഒരു വിധത്തിൽ എങ്ങൊന്നും റിലീഫ് കിട്ടുന്നില്ല. പ്ലാസ്റ്റിക് കൂടിനകത്ത് മരുന്നിട്ട് അതിനുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? എല്ലാ 2 hours അവരിങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടേയിരുന്നു. ഇതിൽ നിന്ന് ക്യൂർ. ഈ സമയത്താണ് റെനുമാമ, അത് വെറുതെ അല്ല റെനുമാമ എന്ന് പറഞ്ഞത്. റെനുമാമ ഇവിടെ തന്നെയുണ്ട്. റെനുമാമ ആദ്യം എനിക്ക് വിശ്വാസം പറഞ്ഞു കൊടുത്തു. റെനുമാമ പറഞ്ഞു, നിന്നെ ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ കെട്ടി വെച്ചാലും നിന്നെ എന്തായാലും മറ്റേ പെട്ടിക്ക് അതിടാൻ സമ്മതിക്കില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. ജ്ഞാനം 16:12. കർത്താവെ, മരുന്നോ ലേപനൌഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. ഇത് നല്ല ബോധ്യമുള്ള റെനുമാമ ഉണ്ടായിരുന്നു. ആ മാമേനെ കർത്താവ് കൊണ്ടുവന്നില്ലേ? ഓ മാമ, ആ മാമ വിശ്വാസം പറഞ്ഞു. നമ്മുടെ ഒരു പ്രത്യേകത, ആരും മിണ്ടിയല്ല, എല്ലാവരും അവരുടെ പോക്കറ്റിട്ടുണ്ട് നടക്കാണ്. പറയണം വിശ്വാസം. മാമ പറഞ്ഞു, പേടിക്കണ്ട, ഇത് ഇത്രയും ക്രിട്ടിക്കൽ ആണെങ്കിലും വചനത്തിന് സൗഖ്യമുണ്ട്, നീ അഭിഷേകത്തിന് കാണ്. എന്നിട്ട് യൂട്യൂബിൽ അഭിഷേകത്തിന് കണ്ട് എന്റെ കിടന്ന 3 മാസം ഞാൻ അഭിഷേകാഗ്നി കണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനും ദൈവവും മാത്രമുള്ള ദൈവം തൊട്ട് എന്നെ ക്യൂർ ചെയ്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, എന്റെ പിള്ളേരുടെ കാര്യം നോക്കുന്നു. എന്റെ ലൈഫ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ലിവിംഗ് ഗോഡ്. കുട്ടികളെ എടുക്കാൻ പറ്റില്ല, അത് അടുത്തൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അവരോട് പറഞ്ഞു, ആരും എന്നെ കാണാൻ വരുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് എന്നെ തന്നെ കാണുന്ന ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പിന്നെ ആരും പേടിച്ചു പോകും നമ്മളെ ആ സമയങ്ങളിൽ കണ്ടാല്. 3 മാസം കുട്ടികളെ കാണാൻ പറ്റാതെ എന്റെ ഹസ്ബൻഡാണ് കുട്ടികളുടെ കാര്യം എല്ലാം നോക്കിയത്. ഈശോയും വചനവും മാത്രമായിട്ട് മാത്രം. എന്തൊരു സംഭവം ഇത്! യേശു ജീവിക്കുന്നു. എന്നെ കണ്ട് ഡോക്ടേഴ്സ് എല്ലാരും പറഞ്ഞു, whatever you're believing in has power in it, you do what you're doing. നീ എന്താണ് അതാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ ഡോക്ടർ. എന്റെ പിതാവേ, യേശുവേ, so great. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിസാര, ഇത് ഒരു ഭയങ്കര ക്രിട്ടിക്കൽ സംഭവമല്ലേ ഇത്? ഡോക്ടർ പറഞ്ഞത് മാറില്ലെന്ന് പറഞ്ഞാലായിരുന്നു അല്ലേ? ഇത് മെഡിസിൻ ഇത് ഇങ്ങനെ ഫ്ലെയർ അപ്പ് വന്നോണ്ടിരിക്കും. ചിലപ്പോ 1 വർഷത്തേക്ക് വരത്തില്ലായിരിക്കും, ചിലപ്പോ 6 വർഷത്തേക്ക് വരും, ചിലപ്പോ 1 മാസം കൊണ്ട് വരാൻ തിരിച്ച്. അത് അവർക്ക് അത്രേ അറിയത്തുള്ളൂ. ഇത് ക്യൂർ ഇല്ലെന്ന് മാത്രം അവർക്ക് അറിയാം. ഇത് ക്യൂർ ആവുന്ന രോഗം അല്ലെന്ന് പറഞ്ഞതാണ്. ബിക്കോസ് ഇത് നമ്മുടെ ബോഡി തന്നെ നമ്മളെ ഫൈറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബോഡി തന്നെ ആന്റിബോഡീസ് ഉണ്ടാക്കി ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട്, എവിടുന്ന്, ഒന്നിനും ആൻസർ ഇല്ല. അത് ദൈവം തന്നു, ദൈവം എടുത്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പൊ ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തു. വചനം.